നൗഫൽ സാദിഖ് എന്ന എൻ്റെ പേരിലും ഇലക്ട്രോണിക്സ് ഐറ്റംസും ഗൃഹോപകരണങ്ങളും നിർമ്മിച്ചു തരാൻ കമ്പനികളുള്ള ഈ കാലത്ത് റിംഗ് എന്ന ഒരു കേബിൾ നെറ്റ്വർക്ക് വഴി വീട്ടിലെത്തി ഫൈബർ കേബിൾ അവരുടെ തന്നെ മോഡത്തിൽ 6 മാസത്തോളം ഉപയോഗിച്ചു. എന്നും കംപ്ലൈൻറ്റും പ്രശ്നങ്ങളും ആയപ്പം അവരുടെ നിർദ്ദേശപ്രകാരം അവർ കെ-ഫോൺ എന്നുള്ള ഒരു മോഡം കൊണ്ടുവച്ചു, അതിലേക്ക് സ്വിച്ച് ചെയ്തു. എന്നിട്ടും കംപ്ലൈൻറ്റുകൾ പഴയതുപടി തന്നെ, പ്രശ്നങ്ങൾക്ക് ഒരു മാറ്റമില്ല. നേരത്തെ കൊടുത്ത എമൗണ്ടിനേക്കാൾ കുറച്ച് എമൗണ്ട് കൂടിയെന്നല്ലാതെ കാര്യങ്ങളില്ല. നിലവിലിപ്പോൾ ഉപയോഗിക്കുന്നത് 70 Mbps ആണ്. ഇതിൻ്റെ സ്പീഡ് പറയുന്നത് കിട്ടുന്നതല്ല. അതിന് 589 രൂപ വെച്ചിട്ടാണ് റീചാർജ് ചെയ്യുന്നത് മന്ത്ലി. എന്നും പ്രശ്നങ്ങളും കംപ്ലൈൻറ്റും ആണ്. റിംഗ് എന്നുള്ള കമ്പനികൾ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇത്രയും വലിയ ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഗവൺമെൻറ് ഒരു മോഡത്തിൻ്റെ മേലെ കെ-ഫോൺ എന്ന് എഴുതാനാണെന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു ഇത് ചെയ്തതെന്നുള്ള ശരിക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ പദ്ധതിയിൽ പല പാക്കേജുകളും പല സബ്സിഡി നിരക്കുകളും ഒക്കെ പറയുന്നതായിട്ട് മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ പറയാൻ കേട്ടോ. ഇതാണ് കെ-ഫോണിൻ്റെ ഒരു ചാർട്ട് വരുന്നത്. ഇതിൽ 20 Mbps 300 സംതിങ്ങും അതുപോലെ 70 Mbps 589 രൂപയൊക്കെയാണ് വരുന്നത്. അത്യാവശ്യം നല്ല ടാക്സ് ഉണ്ട്. ടാക്സ് കൊടുക്കണം, അത് പൗരധർമ്മമാണ്. പക്ഷേ പൗരന്മാരെ ഭരിക്കുന്ന, പൗരന്മാർക്ക് വേണ്ടി ഭരണം നടത്തുന്ന ഗവൺമെൻറ്റുകൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഭരണം നടത്തുന്നത് എന്നുള്ള ഒരു സംഭവയുടെ അവർക്ക് ബോധം വേണം. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതുപോലെയുള്ള കമ്പനികൾ ഇത് സപ്ലൈ ചെയ്യുമ്പം ആ കമ്പനികളും എന്ത് ചെയ്യണം? മന്ത്ലി അവർ റെൻ്റ് തന്നിട്ടാണ് അവരത് യൂസ് ചെയ്യുന്നതെന്നുള്ള ബോധം അവർക്കും വേണം. കുറ്റിക്കാട്ടൂർ, പൂവാട്ടുപറമ്പ്, പെരുവയൽ, കായലം, പള്ളിത്തായം പ്രദേശത്തുള്ള ആളുകൾ റിംഗ് എന്ന് പറയുന്ന കേബിൾ നെറ്റ്വർക്കിൻ്റെ വൈഫൈ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അനുഭവം എന്നുള്ളതെന്ന് പറയണം. പലപ്പോഴായിട്ട് കംപ്ലൈൻറ്റ് ചെയ്താൽ അവർക്കതൊരു നെവർ മൈൻഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അനുഭവം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പോണേ.